നമസ്കാരം. ഇന്ന് സംഭവിച്ചതിലേക്ക് സ്വാഗതം. ഞാൻ വേണു ബാലകൃഷ്ണൻ. മൺസൂണിന് മുൻപ് മഴക്കെടുതി. മൺസൂൺ കേരളത്തിലെത്തും മുൻപ് മഴക്കെടുതി അതിരൂക്ഷം. മഴ മുന്നറിയിപ്പുകൾ കാര്യമായി ഇല്ലാതിരുന്ന ഇന്ന് അതിതീവ്ര മഴയാണ് സംസ്ഥാനത്തുണ്ടായത്. മെട്രോ നഗരമായ കൊച്ചി വെള്ളത്തിൽ മുങ്ങി. ഇൻഫോ പാർക്കിൽ വീണ്ടും വെള്ളം കയറി. കളമശ്ശേരിയിലും തൃക്കാക്കരയിലും ഇടപ്പള്ളിയിലും വീടുകളിൽ വെള്ളം കയറി. പലയിടത്തും 2018 പ്രളയത്തിന് സമാനമായ സാഹചര്യമാണ് ഉണ്ടായത്. പള്ളുരുത്തിയിലും ഫോർട്ട് കൊച്ചിയിലും വള്ളം മറിഞ്ഞു. കൊച്ചിയിൽ ലഘുമേഘ വിസ്ഫോടനമുണ്ടായെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത്. കൊച്ചിയിലെ വിവിധയിടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ്. വിനീത വിജി ഇപ്പോൾ തത്സമയ വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം വിനീതയിലേക്ക്. വിനീത, എന്താണ് പൊതുവിൽ ഇപ്പോൾ കൊച്ചിയിലെ സാഹചര്യം? വേണു, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ തൃക്കാക്കര മേഖലയിലുള്ള ക്രോസ് റോഡ് 7, 8 എന്നീ മേഖലകളിലാണ്. നമുക്ക് ഈ കാണുന്നത് തന്നെയാണ് നിലവിലുള്ള ഇവിടുത്തെ ഒരു കാഴ്ച. മഴ ഒരല്പം മാറി നിൽക്കുകയാണ്, പക്ഷെ എങ്കിൽ പോലും അതിരൂക്ഷമായിട്ടുള്ള വെള്ളക്കെട്ടാണുള്ളത്. ഈ പല വീടുകളിലേക്കും വെള്ളം കയറിയിട്ടുണ്ട്. അവർക്ക് ഇന്ന് പാചകം ചെയ്യാനോ അല്ലെങ്കിൽ വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനോ പോലും കഴിയാത്തൊരവസ്ഥയിലേക്കാണ് ഈ പല വീടുകളിലേക്കും എത്തിയിരിക്കുന്നത്. വാഹനങ്ങളൊക്കെ തന്നെ ഈ വീടുകളിൽ ഇങ്ങനെ പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇതെങ്ങനെ ഈ വാഹനങ്ങൾ പുറത്തേക്ക് പോലും എത്തിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് ഈ ആളുകളൊക്കെ തന്നെ കഴിയുന്നത്. നമുക്കിപ്പോൾ ആ വീട്ടിനുള്ളിലെ ദൃശ്യങ്ങളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ അതിരൂക്ഷമായിട്ടുള്ള വെള്ളക്കെട്ട്, വീടിനുള്ളിലേക്ക് പോലും വെള്ളം കയറുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഒരു അമ്മ ഇപ്പോൾ ആ വീടിന് മുൻപിൽ നിൽക്കുന്നുണ്ട്. പല മേഖലകളിലേക്കും ഈ വെള്ളക്കെട്ട് ഇങ്ങനെ രൂക്ഷമായിട്ടുണ്ട്. ഇന്ന് പെയ്ത മഴയിലാണ് ഇങ്ങനെ പല ഇടങ്ങളിലേക്കും വെള്ളക്കെട്ടുണ്ടായത്. ഈ മേഖലകളിൽ നിരവധി വീടുകളാണുള്ളത്. ഇവിടെയൊക്കെ തന്നെ നമുക്ക് ഈ കാണാൻ കഴിയുന്ന പോലെ തന്നെ വാഹനങ്ങളൊക്കെ പൂർണ്ണമായും വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കുകയാണ്. വീടിനുള്ളിലേക്ക് പോലും വെള്ളം കയറിയ ഒരു സ്ഥിതിയാണുള്ളത്. അപ്പൊ വീടിനകത്തേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ടല്ലോ. വീടിനകത്ത് മുട്ടറ്റം വെള്ളമാണ്. വീടിനകത്ത് ഇന്ന് രാവിലെ തൊട്ട് പെട്ടെന്ന് അങ്ങോട്ട് വെള്ളം കയറി. ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ താഴെ ഇരുന്ന കുറെ സാധനങ്ങളൊക്കെ വെള്ളം കയറിയും പോയി. എന്ത് പറയാനാണ്, മുട്ടിന് മേളിൽ അകത്ത് വെള്ളം. ഈ വെള്ളമെല്ലാം കൂടെ എന്താ ഇങ്ങോട്ട് വരുന്നതെന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റില്ല. ഞങ്ങളിവിടെ വന്നിട്ട് 30 കൊല്ലമായി. ഇത്രയും വെള്ളക്കെട്ട് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. വേണു, ഇപ്പോഴും ആ വെള്ളത്തിൽ, വീട്ടിനകത്തെ വെള്ളക്കെട്ടിൽ നിന്നുകൊണ്ടാണ് അമ്മ നമ്മളോട് പറയുന്നത്. ഇന്ന് ആഹാരം ഉണ്ടാക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ടോ? അടുക്കളയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ? ഭക്ഷണം കഴിച്ചോ? ഇല്ല, ഭക്ഷണം എല്ലാം വെച്ചു. രാവിലെ തന്നെ മോക്ക് ചോറ് കൊണ്ടുകൊണ്ടോണ്ട് എല്ലാം വെച്ചു. പക്ഷെ ആരും ഒന്നും കഴിച്ചിട്ടില്ല. ഇതാണ് ആ വീടിന്റെ അവസ്ഥ. നമ്മൾ അങ്ങോട്ടേക്ക് കയറുകയാണെങ്കിൽ ഈ കാണുന്നതാണ് ഈ വീട്ടിലെ അവസ്ഥ. പ്രധാന മുറിയാണ്. ഇങ്ങനെ ഈ വീടിനകം പൂർണ്ണമായും ഏതാണ്ട് വെള്ളക്കെട്ടിലേക്ക് മാറിയ ഒരു അവസ്ഥയിലേക്കാണുള്ളത്. നമുക്ക് ആ വീട്ടിലേക്ക് പോകുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. സാധനങ്ങളൊക്കെ അവർ ഇങ്ങനെ വാരി കൂട്ടി പെറുക്കി മാറ്റി വച്ചിരിക്കുകയാണ്. ഉള്ളതൊക്കെ അവർ പെറുക്കിയെടുത്ത് മുകളിലത്തെ നിലയിലേക്ക് ഭദ്രമാക്കിയിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും പെട്ടെന്നുണ്ടായ മഴയാണ്. പല സാധനങ്ങളും അവർക്ക് കൃത്യമായി സൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതൊക്കെ തന്നെ ഏതാണ്ട് വെള്ളത്തിനടിയിലേക്ക് വീണൊരു അവസ്ഥയാണ്. നമുക്ക് അതാ കാണാൻ കഴിയുന്നത് പോലെ TV, ഒപ്പം തന്നെ അവരുടെ സെറ്റി, ഫർണിച്ചറുകളെല്ലാം ഇങ്ങനെ ആ വിഷ്വലുകളിലേക്ക് പോവുകയാണെങ്കിൽ അതാ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. 2 മുറിയുണ്ട്. ആ 2 മുറിയും ഏതാണ്ട് മുറിക്കുള്ളിലും വെള്ളം കയറിയ ഒരു നിലയിൽ തന്നെയാണുള്ളത്. ഇത് ഈ മേഖലയിലെ ഈ വീട്ടിൽ മാത്രമല്ല, പല ഇടങ്ങളിലും ഇത് തന്നെയാണ് അവസ്ഥയായിട്ടുള്ളത്. ഇങ്ങനെ സാധനങ്ങൾ, ഈ താഴത്തെ നിലയിലുള്ള സാധനങ്ങളൊക്കെ അവർ മുകളിലത്തെ സ്ഥലത്തേക്ക് ഭദ്രമാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഈ വെള്ളക്കെട്ട് എന്നൊഴിയും എന്നുള്ളതാണ് ഒരു ചോദ്യം. കട്ടിലാണ്, കട്ടിലോട്ട് മടക്കിയിട്ടിരിക്കുക. വലിയ അലമാര പൊക്കിയെടുത്ത് മാറ്റാൻ പറ്റുമോ? അപ്പൊ അങ്ങനെ അങ്ങോട്ട് മറിച്ചിട്ടു. പ്രതീക്ഷിക്കാതെ വന്നൊരു മഴയാണ്. പ്രതീക്ഷിക്കാതെ എടുത്ത് മാറ്റാൻ ഒരുങ്ങുന്നതിന് മുമ്പ് മഴ കയറിപ്പോയി. വെള്ളം അങ്ങ് ഒന്നും ചെയ്യാൻ പറ്റാതെ വന്നു. എങ്ങനെയാണ് ഈ ഒരു മേഖലയിൽ ഇങ്ങനെ അതിരൂക്ഷമായിട്ടുള്ള വെള്ളക്കെട്ട് ഉണ്ടാകുന്നുണ്ട്? ഒപ്പം തന്നെ നേരത്തെ തന്നെ ഈ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരുന്നു എന്നുള്ളതൊക്കെയാണ് അധികൃതർ പറയുന്നത്. പക്ഷെ എങ്കിൽ പോലും കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം മഴ പെയ്താൽ ഇപ്പോഴും നമ്മൾ വെള്ളത്തിൽ തന്നെയുള്ള അവസ്ഥയാണ്. ഇപ്പോ ഇന്ന് നമുക്ക് നോക്കിയ 4 മണിക്കൂറായി മഴ നിന്നിട്ട്. പക്ഷെ നമ്മൾ ഒരു 1/2 ഇഞ്ച് 1 ഇഞ്ച് വെള്ളം ഇപ്പൊ താണിട്ടുള്ളൂ. ഇപ്പോൾ പ്രവർത്തനങ്ങൾ നടക്കേണ്ടത് അത് റുട്ടീനായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താ പറയുക, ഇപ്പൊ നമ്മൾ തന്നെ ഇതൊരു ചടങ്ങ് പോലെയാണ്. ഇപ്പൊ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ പറ്റിയിട്ട് ഒരു ടെക്നിക്കൽ കമ്മിറ്റിയോ അല്ലെങ്കിൽ ഇതിന് എക്സ്പേർട്ടായിട്ട് ഒരാളോ ഇവിടെ എവിടെയുണ്ട് തോന്നുന്നില്ല. ഒരു മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ
ഇപ്പം നമ്മളൊരു കാര്യം ഒരു സംഭവിച്ചതിന് ശേഷം അതിനെ പറ്റിയിട്ടൊരു പഠനം, അതിന് സൊല്യൂഷൻ കാണലില്ല. അത് സൊല്യൂഷൻ കണ്ടാൽ ഈ ഒരു അവസ്ഥ ഉണ്ടാവില്ല. കാരണം നമുക്ക് വെറുതെ എല്ലാവരും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഓരോരുത്തരും കുറ്റം പറഞ്ഞിട്ടല്ല വേണ്ടത്. നമുക്കിത് ടെക്നിക്കലി അത് എങ്ങനെ സോൾവ് ചെയ്യണം. ഈ ഒരു വീട്ടിലെ മാത്രം അവസ്ഥയിൽ ഇവിടെയുള്ള എല്ലാ വീടുകളിലേക്കും ഇത് തന്നെയാണ്. എല്ലാ കോളനി ഇപ്പൊ നമ്മൾ ഈ വീടിന്റെ ഒരു സൈഡിൽ അത് എഫക്ട് ചെയ്തിട്ടില്ലെങ്കിലും തൊട്ടടുത്തുള്ള നമ്മൾ പറയുമ്പോഴും കാണുന്ന കാഴ്ച ഇതാണ്. അല്ല, തൊട്ടടുത്ത ഇതിന് ഒരു സൈഡ് പക്ഷെ ഭയങ്കര രൂക്ഷമായിട്ടുള്ള പല വീടുകളും ഇതിലുണ്ട്. അതിന് മെയിൻ ആയിട്ടുള്ള ഒരു അവസ്ഥ, ഇത് കഴിഞ്ഞാൽ ഇതിനെ പറ്റിയിട്ടൊരു ചിന്ത, ഇതിനൊരു ടെക്നിക്കൽ മറ്റൊരു സമയബന്ധിതമായിട്ട് ഒരു പരിപാടിയും ഉണ്ടെങ്കിൽ ഈ ഒരു അവസ്ഥ വരില്ല. ഇപ്പൊ 4 മണിക്കൂറിൽ 1 ഇഞ്ച് വെള്ളം എനിക്ക് എന്റെ ഒരു ഇതിൽ കുറഞ്ഞിട്ടുള്ളൂ. അത് കുറയുന്നുണ്ടെങ്കിൽ എവിടെ എത്രയും ബ്ലോക്ക് ആവുന്നുണ്ട്. ജനസാന്ദ്രത കൂടും, പ്രശ്നങ്ങൾ ഉണ്ടാവും, നമ്മുടെ കാനകളൊക്കെ ചെറുതായി. പക്ഷെ അത് മാത്രമല്ല, അത് എങ്ങനെ സോൾവ് ചെയ്യണ്ടേ, അതല്ല ജനപ്രതിനിധികൾ ചെയ്യുന്നത്. തീർച്ചയായും അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ശരിയാക്കുമ്പം മഴയ്ക്ക് മുമ്പ് ശരിയാക്കണമായിരുന്നു. 1-2 വീട്ടിൽ വെള്ളം കയറിയ ശേഷം കാന വന്നോക്കിയിട്ട് എന്താ കാര്യം? ഇന്നലെ വാരിയിട്ട മണല് മുഴുവൻ ഇന്നിപ്പോ കാനയിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പൊ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. 2 ദിവസം വാരിയിട്ട മണലുകൊണ്ട് എന്താ പ്രയോജനം? അത് മുഴുവൻ കാനയിലേക്ക് വന്നില്ലേ? തീർച്ചയായും അവർ സൂചിപ്പിച്ചതുപോലെ ഈ പ്രവർത്തനങ്ങൾ അത് കൃത്യമായി നടത്തണമെന്നൊരു ആവശ്യം തന്നെയാണ് പറയുന്നത്. നമുക്ക് ആ താഴേക്ക് ഇറങ്ങുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, ഇത് ഈ ഒരു വീട്ടിലെ മാത്രം അവസ്ഥയല്ല, ഈ മേഖലയിലുള്ള ഈ ക്രോസ് റോഡിലുള്ള പല വീടുകളുടെയും അവസ്ഥ ഇങ്ങനെ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പല വീടുകളിലേക്കും ഈ താഴ്ത്ത നിലയൊക്കെ പൂർണ്ണമായും വെള്ളത്തിനടിയിലേക്ക് നീങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഈ മഴയ്ക്കൊരല്പം ശമനമുണ്ട് എങ്കിൽ പോലും ഈ വെള്ളക്കെട്ട് അതിങ്ങനെ അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഒരു ചെറിയൊരു അളവ് വെള്ളം ഇവിടുന്ന് കുറഞ്ഞു എന്നുള്ളതല്ലാതെ അതിശക്തമായിട്ട് ഇപ്പോഴും ഈ മേഖലയിൽ അതിങ്ങനെ വെള്ളക്കെട്ട് തുടരുന്നൊരു പശ്ചാത്തലം തന്നെയാണുള്ളത്. എങ്ങനെ വീടുകളിലേക്കൊക്കെ തന്നെ വെള്ളം കയറി? എന്താണ് നിലവിലൊരു അവസ്ഥ ഇവിടുത്തെ? അവസ്ഥ ഇവിടെ ഇത് പരിഹാരം പണ്ടിട്ട് ഇങ്ങനെ തന്നെയാണ്. എപ്പോഴും മഴ പെയ്ത് തന്നെ വെള്ളം കയറും. ഇപ്പൊ തന്നെ മഴ മാറിയിട്ട് ഇപ്പൊ നാളെ ഇതുവരെ വെള്ളം പോയിട്ടില്ല. ഒഴുകി പോകാനുള്ള ഒരു നമുക്ക് എന്താ പറയാ, ആ ഒരു സംവിധാനം ഇല്ല. അതാണ് പ്രോബ്ലം. ഇവിടെ എല്ലാ വീടുകളിലും താഴ്ത്ത നില ഏതാണ്ട് പൂർണ്ണമായും വെള്ളത്തിനടി. താഴ്ത്ത നില സ്ത്രീകൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾ ചെയ്യണമല്ലോ. ബാത്റൂമിൽ പോകുമ്പോൾ അതൊക്കെ ക്ലോസറ്റ് ഒക്കെ നിറഞ്ഞിരിക്കുകയാണ്. ഭക്ഷണം പാചകം ചെയ്യാൻ പറ്റണില്ല. അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിനുപോലും പറ്റാത്തൊരവസ്ഥ ഇല്ല, അതാണ് അറിയില്ല. ഇവര് മുൻകൂട്ടി നേരത്തെ പുറകിലേക്ക് അവിടെ നിന്ന് പോയി നോക്കൂ, ആ കനാലൊന്നും ക്ലീൻ ചെയ്തിട്ടില്ല. കനാലുകളൊക്കെ കയറ്റി കെട്ടി ഇവര് നമ്മളെന്താ പറയാ. ഒരു മുന്നറിയിപ്പില്ലാത്തത് കൊണ്ട് ഈ പല വീടുകളിലും ഇപ്പൊ നമ്മൾ ഈ കിടക്കുന്ന വീട്ടിലടക്കം വാഹനങ്ങൾ ഇട്ടേക്കാണ്. അവിടെ അവരുടെ ഉടമസ്ഥരിൽ അവർക്ക് മാറ്റാൻ പോലും. അപ്പുറത്ത് ആ കുറുപ്പങ്കള് പുള്ളി അമേരിക്കക്ക് പോയി, അവരുടെ താഴത്തെ സാധനങ്ങളുണ്ട്, അത് കയറി. ഇവിടെ ഒന്നും ആദ്യമായിട്ടാണ് ഇത്രയും വെള്ളം കയറുന്നത്. കുറുപ്പങ്കള്, വാസകങ്ങള്, ഇപ്പുറത്ത് സൈറാൻഡി, പിന്നെ അപ്പുറത്ത് നാരായണൻകുട്ടി ചേട്ടൻ ഇവിടെ നിൽക്കണേ. എന്റെ വീട്ടിൽ ഞാൻ കൊച്ചിലെ മുതൽ ഇങ്ങനെ വെള്ളക്കെട്ട് അനുഭവിച്ചിട്ടുണ്ട്. ബാക്കിൽ കനാലാണ്, ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ചോദിച്ചു നോക്കും, നാരായണൻകുട്ടി ചേട്ടനോട് ചോദിച്ചു നോക്കും. തീർച്ചയായും ഈ ഒരു അവസ്ഥയാണ് വീട്ടില് വെള്ളം കയറി. ആദ്യമായിട്ട് വെള്ളം കയറിയത് വീട്ടിൽ, അതേ വെള്ളം കയറിയത് ആദ്യമായിട്ടാ. സാധനങ്ങളൊക്കെ സേഫ് ആയിട്ട് മാറ്റാൻ പറ്റി? കുറച്ചൊക്കെ ഒന്ന് മാറ്റാൻ പറ്റി. ഇപ്പൊ മണിക്കൂറുകൾ കഴിഞ്ഞു മഴ ഒന്ന് തോന്നിട്ട് ഒരെന്ന് വിശ്വസിക്കാണ്. വലിയ തോർച്ചയായിട്ടില്ല. അങ്ങനെ പതുക്കെ 1.5 ഇഞ്ച് 2 ഇഞ്ച് മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ വെള്ളം. ഇപ്പൊ കാലവർഷം കൂടി കടുക്കുമ്പോ ഒന്നുകൂടി നോക്കണം. എന്താ അവസ്ഥ പറയാൻ പറ്റില്ല. തീർച്ചയായും ഇതാണ് ഇവിടെയുള്ള ഈ ആളുകളുടെ ഒരു ആശങ്ക എന്ന് പറയുന്നത്. ഏതാണ്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ മേഖലയിൽ ഇരുവശത്തുമായി നമുക്ക് ചുറ്റും ഇവിടെ ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. രാവിലെയൊക്കെ ഈ മഴയെ തുടർന്ന് പോയ ഇലക്ട്രിസിറ്റിയാണ്, കറണ്ടാണ്. ഇപ്പോഴും പല വീടുകളിലേക്ക് കറണ്ട് എത്തിയിട്ടില്ല. അവർ വിളിക്കുന്നുണ്ട്, ഇതിനൊരു പരിഹാരം വേണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് ഉൾപ്പെടെ അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഇവിടെ താമസിക്കുന്ന ആളുകളൊക്കെ തന്നെ പറയുന്നത്. കാരണം കുട്ടികളും പ്രായമായവരും മുതിർന്നവരും ഒക്കെ ഉള്ളതാണ്, കുഞ്ഞുങ്ങളടക്കമുള്ളതാണ്. ഈ ഇലക്ട്രിസിറ്റി ഒക്കെ ഇല്ലാത്തത് അവരെ വലിയ രീതിയിലേക്ക് ദുരിതമാക്കുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല, ഭക്ഷണം പാകം ചെയ്യാൻ കഴിയുന്നില്ല. നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ശുചിമുറിയിലേക്ക് പോലും പോകാൻ കഴിയാത്തൊരു അന്തരീക്ഷമാണ് നിലവിലുള്ളത്. നമുക്ക് ആ ദൃശ്യങ്ങളിലൊക്കെ തന്നെ കാണാൻ കഴിയുന്ന പോലെ ഏതാണ്ട് വീടിന്റെയൊക്കെ താഴത്തെ നില പൂർണ്ണമായും ഇങ്ങനെ മുങ്ങി കിടക്കുകയാണ്. ഏതാണ്ട് 2-3 മണിക്കൂറിൽ മഴ കനത്തതോടുകൂടിയാണ് ഈ മേഖലകളിലേക്കൊക്കെ ഇത്തരത്തിലേക്ക് അതിരൂക്ഷമായിട്ടുള്ള വെള്ളക്കെട്ടുണ്ടായിരിക്കുന്നത് വേണം നമുക്ക് കാണാൻ കഴിയുന്നു. ഇതാണ് നേരത്തെ അവർ പറഞ്ഞ വീടാണ്. ആ വീട്ടിൽ വാഹനം പുറത്ത് ഇങ്ങനെ പാർക്ക് ചെയ്തിരിക്കുകയാണ്. പാർക്കിംഗ് ഏരിയയിലാണ്. ആ വീട്ടിൽ ഉടമസ്ഥരില്ല. ഈ വാഹനം ഇവിടെ നിന്ന് എടുത്തു മാറ്റാൻ പോലും കഴിയാത്ത വെള്ളക്കെട്ട്. അങ്ങനെ ഓരോ ആളുകൾക്കും അവരുടേതായിട്ടുള്ള ആശങ്കകൾ അവർ പറയുകയാണ്. അതിൽ ഏറ്റവും പ്രധാനം, മഴ പെയ്ത് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഈ വെള്ളക്കെട്ട് അതിങ്ങനെ തുടരുന്നു. ഒഴുകിപ്പോകാൻ കാനകളോ കൃത്യമായിട്ടുള്ള സംവിധാനങ്ങളോ ഇല്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശങ്കയും ഒപ്പം തന്നെ പരാതിയും. അതിനാണ് ഒരു നടപടി കൂടി വേണ്ടത് ഈ ഘട്ടത്തിൽ. ശരി, വിനീത വിജയാണ് വിവരങ്ങൾ നൽകിയത്. വിഷ്ണു സുരേഷും ചേരുന്നു. വിഷ്ണു, ഇപ്പോൾ കൊച്ചിയിൽ ഏത് ഭാഗത്താണുള്ളത്? എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ?
വേണു, ഞാൻ നിലവിൽ തൃക്കാക്കര കളമശ്ശേരി ആ മേഖലകളാണ്. പൈപ്പ് ലൈൻ റോഡിലാണുള്ളത്. രാവിലെ പൈപ്പ് ലൈൻ റോഡിലെല്ലാം വലിയ വെള്ളക്കെട്ടായിരുന്നു. ഉച്ചവരെ ആ മഴയുടെ പശ്ചാത്തലത്തിലുണ്ടായിരുന്നു. പക്ഷേ നിലവിൽ വെള്ളം ഇറങ്ങി തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. നേരത്തെ നമ്മൾ കണ്ടതാണ് ലീലാവതി ടീച്ചറിന്റെയും ജസ്റ്റിസ് സിയാദ് റഹ്മാന്റെയും എല്ലാം വീട്ടിൽ വെള്ളം കയറി. ഞാനിപ്പോൾ ഉള്ളത് സിയാദ് റഹ്മാന്റെ വീടിന് മുന്നിലാണ്. ഇവിടെ ഇപ്പോഴും ഈ വീടിന് മുമ്പിൽ വെള്ളക്കെട്ടുണ്ട്. വീടിനകത്തേക്കും ചെറിയ രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട്. പക്ഷേ വെള്ളം വലിയ രീതിയിൽ ഉണ്ടായിരുന്നു. അത് ഇറങ്ങി പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഈ തൃക്കാക്കര കളമശ്ശേരി മേഖലകളിൽ വെള്ളം ഇറങ്ങി തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. അപ്പോഴും നിൽക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഈ കാലവർഷക്കെടുതിയിൽ എങ്ങനെയായിരിക്കും ഈ മേഖലകളിൽ ഉണ്ടാകുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്നാണ്. ഈ മൺസൂൺ മഴ എത്തുന്നതിന് മുൻപ് ഇത്തരത്തിൽ വെള്ളക്കെട്ടുണ്ട് എങ്കിൽ ഈ കാലവർഷക്കെടുതിയിൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോഴും കൃത്യമായ ഇടപെടൽ ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നൊരു വിമർശനമാണ് ആളുകൾ ഉന്നയിക്കുന്നത്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഉണ്ടായത് ഇൻഫോ പാർക്കിലാണ്. ഇൻഫോ പാർക്കിൽ കഴിഞ്ഞ 23-ാം തീയതി പെയ്ത മഴയിൽ ആ സ്ഥാപനത്തിനകത്തേക്കും അതോടൊപ്പം അവിടെയുള്ള വാഹനങ്ങളൊക്കെ വെള്ളത്തിനടിയിലാവുന്നത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ജില്ലാ ഭരണകൂടം ഇടപെട്ട് അവിടെ ഉണ്ടായിരുന്ന കോഴിച്ചിറ ബണ്ട് പൊട്ടിച്ചു വിട്ടിരുന്നു. അതാണ് ഈ വെള്ളക്കെട്ടിന് കാരണമെന്നായിരുന്നു ഇന്നലെ വിശദീകരിച്ചത്. പക്ഷേ ഇന്ന് പെയ്ത മഴയിൽ വീണ്ടും ഇൻഫോ പാർക്കിനകത്തേക്ക് വെള്ളം കയറുന്ന സാഹചര്യമുണ്ടായി. എന്താണ് കാരണം എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. ഇൻഫോ പാർക്ക് പോലുള്ള രാജ്യാന്തര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഒരിടത്താണ് ഇത്തരത്തിൽ വെള്ളക്കെട്ട് തുടർച്ചയായി ഉണ്ടാകുന്നത്. നേരത്തെ നമ്മൾ പറയാറുണ്ടായിരുന്നു ഈ സൗത്ത് ബസ് സ്റ്റാൻഡിലൊക്കെ ഏത് മഴ പെയ്താലും വെള്ളം കയറുന്നു. അതുപോലെയാണ് ഇപ്പോൾ ഇൻഫോ പാർക്കിന്റെ അവസ്ഥ. കൊച്ചിയിൽ എപ്പോൾ മഴ പെയ്താലും ഇൻഫോ പാർക്കിനകത്തേക്ക് വെള്ളം കയറുന്നു എന്നൊരു അപമാനകരമായ സംഭവമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ കൃത്യമായ ഒരു ശാശ്വത പരിഹാരം വേണം. മറ്റ് പ്രതിസന്ധി ഉണ്ടായിരുന്നത് കൊച്ചി മേരിമാത സ്കൂളിലാണ്. മേരിമാത സ്കൂളിന് സമീപത്തുള്ള പ്രദേശത്ത് ഒരാൾ പൊക്കത്തിൽ വെള്ളം ഉണ്ടായിരുന്നു. പക്ഷേ 2018 പോലും എത്താത്തത്ര വെള്ളം ആ പ്രദേശത്തുണ്ടായിരുന്നു. അവിടെ നിന്ന് വെള്ളം പതിയെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇന്ന് ക്ലാസ് തുറക്കുന്ന ദിവസമായിരുന്നു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വലിയ പ്രതിസന്ധി നേരിട്ടാണ് അവർ അവിടെ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു പോയത്. മാതാപിതാക്കൾ ഉൾപ്പെടെ കുട്ടികളെ തോളത്തെടുത്തു കൊണ്ടുപോകേണ്ട ഒരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്രദേശത്തെ പ്രധാനപ്പെട്ട വെള്ളപ്പൊക്കത്തിന് കാരണമായത് അശാസ്ത്രീയമായ നിർമ്മാണമാണ്. 3 കാരണങ്ങളാണ് പ്രധാനമായും ഈ തൃക്കാക്കര കളമശ്ശേരി മേഖലകളിലെ വെള്ളക്കെട്ടിന് ആളുകൾ പ്രധാനമായും പറയുന്നു. ഒന്ന്, ഈ ഓടകൾ വൃത്തിയാക്കാത്തത് പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. ഒപ്പം ഈ മാലിന്യങ്ങളുടെ വിഷയം നിലനിൽക്കുന്നുണ്ട്. മറ്റൊന്ന് ഈ അശാസ്ത്രീയമായ നിർമ്മാണങ്ങളാണ്. ഈ കലിങ്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി നിർമ്മിച്ചിട്ടില്ല. അത് വളരെ പെട്ടെന്ന് നിർമ്മിച്ച് പോകുന്നു. അതിന്റെ ഒരു ശാസ്ത്രീയ വശങ്ങളും പരിഗണിക്കുന്നില്ല. വെള്ളം ഒഴുകിപ്പോകാനുള്ള സ്ഥലം ഈ പ്രദേശങ്ങളിലൊന്നുമില്ല. ഇതൊക്കെയാണ് ഈ മേഖലകളിൽ പെട്ടെന്ന് വെള്ളക്കെട്ട് ഉണ്ടാകാനുള്ള ഒരു കാരണമായി ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി ഓടകളൊക്കെ കൃത്യമായി വൃത്തിയാക്കിയില്ലെങ്കിൽ കാലവർഷക്കെടുതിയിൽ ഈ മേഖല മുങ്ങുമെന്ന് ഉറപ്പാണ്. വിനീത വിജിയും വിഷ്ണു സുരേഷുമാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എറണാകുളം ജില്ലയ്ക്കൊപ്പം കോട്ടയം ജില്ലയിലും മഴക്കെടുതി രൂക്ഷമാണ്. ഭരണങ്ങാനം ഇടമറുകിൽ ഉരുൾപൊട്ടി 7 വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. മീനച്ചിലാറിൽ ജലനിരപ്പ് ഉയർന്നു. കോട്ടയത്തെ വിനോദസഞ്ചാര മേഖലയിലേക്കുള്ള പ്രവേശനം നിരോധിച്ചു. ഈരാറ്റുപേട്ട വാഗമൺ റോഡിലൂടെയുള്ള രാത്രി യാത്ര നിരോധിച്ചു. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ടോബി, ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണോ? മലയോര മേഖലയിലടക്കം നിലവിലെ സാഹചര്യം എന്താണ്? മഴയ്ക്ക് നേരിയൊരു ആശ്വാസമുണ്ട്. എന്നിരുന്നാലും മഴക്കെടുതികൾ ഇപ്പോഴും ഉണ്ട് പല മേഖലയിലും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇടമറിയിലാണ് ഉരുൾപൊട്ടി എന്നുള്ളൊരു വിവരം നമുക്ക് ലഭിച്ചത്. 7 വീടുകൾ അവിടെ ഭാഗികമായി തകർന്നു, കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. എന്നാൽ ആളപായം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. പല സ്ഥലങ്ങളിലും മണ്ണൊലിപ്പ് ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈരാറ്റുപേട്ട അടക്കമുള്ള പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട്, വഴിയിലടക്കം വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ടായി. മീനച്ചിലാറ്റിലെ ജലനിരപ്പ് ഉച്ചയ്ക്ക് ശേഷം കൂടുതലായി ഉയർന്നിട്ടുണ്ട്. രാവിലെ മുതൽ, ഇന്ന് പുലർച്ചെ മുതൽ തുടങ്ങിയ മഴ അത് ഉച്ചയ്ക്ക് ശേഷവും ശക്തമായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഏകദേശം കുറച്ചു നേരം, ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞതേ ഉള്ളൂ മഴയൊന്ന് മാറി നിൽക്കാൻ. പക്ഷേ ശക്തമായ മഴയായിരുന്നു രാവിലെയൊക്കെ ലഭിച്ചത്. കിഴക്കൻ മേഖലയിലും അതുപോലെ തന്നെ ജില്ലയുടെ മറ്റ് പ്രദേശങ്ങളിലും എല്ലാം തന്നെ ശക്തമായിട്ടുള്ള മഴ ലഭിച്ചു. തീക്കോയി മേഖല, പൂഞ്ഞാർ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് എന്നുള്ളൊരു കണക്കാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം പുറത്തുവിട്ടിട്ടുള്ളത്. ശക്തമായിട്ടുള്ള മഴയാണ് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഈ മലയോര മേഖലയിലേക്കുള്ള യാത്ര നിരോധിച്ചിട്ടുണ്ട്, രാത്രികാല യാത്ര നിരോധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള, ഇലിക്കക്കല്ല് പോലെയുള്ള പ്രദേശങ്ങളിലേക്കുള്ള വിനോദസഞ്ചാരത്തിനും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ജില്ലാ ഭരണകൂടം ഒരു ഉത്തരവിറക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ
വൈക്കം ഭാഗത്ത് ഒരു നാല് ദുരിതാശ്വാസ ക്യാമ്പുകളും ഏറ്റുമാനൂർ മേഖലയിൽ 7 ദുരിതാശ്വാസ ക്യാമ്പുകളും തുറന്നതായിട്ടുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ഈ ജലനിരപ്പ് ഉയരുന്നതാണ് ഒരു ആശങ്കയായിട്ട് നിലനിൽക്കുന്നത്. കാരണം ഈ ഉരുൾപൊട്ടലും മണ്ണൊലിപ്പും എല്ലാം ഉണ്ടായ ഒരു സാഹചര്യത്തിൽ മീനച്ചിലാറ്റിലേക്കും അതുപോലെ തന്നെ മണിമലയാറ്റിലേക്കുമൊക്കെ വെള്ളം കൂടുതലായിട്ട് ഒഴുകിയെത്തുന്നുണ്ട്. ഇത് ഒരു ആശങ്ക പരത്തുന്നുണ്ട്. എന്തായാലും ഈ 2 ആറുകളും പുഴകളും കരകവിഞ്ഞിട്ടില്ല. നിലവിൽ അപകട നില കഴിഞ്ഞു എന്നുള്ള ചില സൂചനകൾ ചില സ്ഥലങ്ങളിലുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശം ഈ തീരത്തുള്ളവർ ജാഗ്രതാ നിർദ്ദേശം അവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് നിർദ്ദേശങ്ങളെല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. മലയോര മേഖലകളിലാണ് കൂടുതൽ ജാഗ്രത പുലർത്താനുള്ള നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. വേണു, ടോബി, ഈ ഭരണങ്ങാനം ഇടമറുകിൽ ഉരുൾപൊട്ടിയല്ലോ, 7ഓളം വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി എന്നും അറിയുന്നു. ഈ മേഖലയിൽ ഇതിനു മുൻപ് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? കൂടാതെ ഈ ഉരുൾപൊട്ടലിന്റെ സാധ്യത മുന്നിൽ കണ്ടെന്തെങ്കിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടോ? കഴിഞ്ഞ തവണയും ഈ പ്രദേശത്ത് ചെറിയ ഉരുളുകൾ പൊട്ടിയിരുന്നു എന്നുള്ള വിവരമാണ് അവിടെയുള്ള ആളുകൾ നമ്മളോട് ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത്. എന്തായാലും പല വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ആളപായമൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷേ കൃഷി നശിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മലയോര മേഖലയിലുള്ളവർ കൂടുതൽ ജാഗ്രത പുലർത്തണം. കഴിഞ്ഞ ആഴ്ചയിൽ 2 ആഴ്ച മുമ്പ് വരെ നമ്മൾ കണ്ടത് ഈ മലയോര മേഖലയിൽ ശക്തമായിട്ടുള്ള മഴ പെയ്തിരുന്നു. അവിടെ ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്തിരുന്നെങ്കിലും ശക്തമായിട്ടുള്ള മഴ ഈ മേഖലകളിലെല്ലാം തന്നെ പെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഉരുൾപൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വെള്ളം താഴ്ന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ശക്തമായിട്ടുള്ള മഴ ഈ മേഖലകളിൽ പെയ്യുകയാണെങ്കിൽ ഉരുൾപൊട്ടാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മലയോര മേഖലകളിൽ കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം, മുൻകരുതൽ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ചും ഈ രാത്രികാല യാത്ര, അതുപോലെ തന്നെ വിനോദസഞ്ചാര മേഖലകളുണ്ട്, ഇഴവീല പൂഞ്ഞിറയുണ്ട്, അതുപോലെ തന്നെ മാർമല അരുവിയുണ്ട്, വെള്ളച്ചാട്ടമുണ്ട്. അവിടേക്കൊക്കെ പോകുന്നതിനൊക്കെ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ജില്ലാ ഭരണകൂടം. ഒപ്പം തന്നെ അവിടെ താമസിക്കുന്നവരോടും ഒരു ജാഗ്രത പുലർത്തണമെന്നുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൺട്രോൾ റൂമുകൾ 2 ആഴ്ചയ്ക്ക് മുമ്പ് തന്നെ തുറന്നിരുന്നു. റെഡ് അലേർട്ട് വന്ന സാഹചര്യത്തിൽ ആ കൺട്രോൾ റൂമുകൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഇന്നലെ വരെ ഉണ്ടായിരുന്നത്. പക്ഷേ പെട്ടെന്നാണ് ഇത്തരത്തിലുള്ള ശക്തമായ മഴയുണ്ടായത്. ഈ ഒരു സാഹചര്യത്തിലാണ് റെഡ് അലേർട്ടിലേക്ക് ജില്ല കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ കരുതലോടെ ഇരിക്കാനുള്ള ഒരു നിർദ്ദേശം തന്നെയാണ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. വേണു, ശരി. കോട്ടയത്ത് 3 ഉരുൾപൊട്ടി, മഴക്കെടുതിയും രൂക്ഷം. ടോബി ജോൺസണാണ് ജില്ലയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഇന്ന് സംഭവിച്ചത് തുടരുന്നു. മഴക്കെടുതിയിൽ ഇന്ന് 3 പേർക്കാണ് ജീവൻ നഷ്ടമായത്. കായംകുളത്ത് ശക്തമായ കാറ്റിൽ മരം വീണ് യുവാവ് മരിച്ചു. കാസർഗോഡ് കാഞ്ഞങ്ങാട് 14-കാരൻ പുഴയിൽ മുങ്ങി മരിച്ചു. ആലപ്പുഴയിൽ നിന്നും മനീഷ് മഹിപാൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മനീഷ്, ആലപ്പുഴയിൽ കുട്ടനാട്ടിലടക്കം എന്താണ് സാഹചര്യം? എങ്ങനെയായിരുന്നു ഈ അപകട മരണം? വേണുഗോപാലകൃഷ്ണൻ, നിലവിൽ ഉച്ചയ്ക്ക് ശേഷം ആലപ്പുഴ ജില്ലയിൽ മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണ്. ആലപ്പുഴ ജില്ലയിലെ ഉൾപ്പെടെ ഇന്ന് സംസ്ഥാനത്താകെ 4 മരണങ്ങളുണ്ടായി. ആലപ്പുഴ ജില്ലയിൽ കായംകുളത്താണ് കാരാഴ്മയിൽ 32 വയസ്സുള്ള അരവിന്ദാണ് വീടിന് മുൻപിൽ രാവിലെ പല്ല് തേച്ച് കൊണ്ടു നിൽക്കുന്ന സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന തെങ്ങ് കടപുഴകി അരവിന്ദൻ്റെ ദേഹത്തേക്ക് വീണത്. പിന്നീട് അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചു, പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. നിലവിൽ മൃതദേഹം മാവേലിക്കര താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മറ്റ് അപകട മരണം ഉണ്ടായത് തിരുവനന്തപുരം, കാസർഗോഡ്, എറണാകുളം ജില്ലകളിലാണ്. തിരുവനന്തപുരത്ത് മുതലപ്പൊഴിയിൽ ബോട്ട് ശക്തമായ കാറ്റിൽ തിരയിൽപ്പെട്ട് ശക്തമായ തിരയിൽ ബോട്ട് മറിഞ്ഞാണ് ഒരാൾ മരിച്ചത്. പിന്നീട് എറണാകുളം വേങ്ങരയിൽ കുളിക്കാനിറങ്ങിയ 10ാം ക്ലാസ് വിദ്യാർത്ഥി തോട്ടിൽ മുങ്ങി മരിച്ചു. കാസർഗോഡ് ആണ് മറ്റൊരു മരണമുണ്ടായിട്ടുള്ളത്. കാസർഗോഡ് പുഴയിൽ 3 പേർ കുളിക്കാൻ ഇറങ്ങിയതിൽ 2 പേരെ രക്ഷപ്പെടുത്തി. ഒരാൾ ചുഴിയിൽ പെട്ടുപോയി, അയാളെ രക്ഷിക്കാൻ സാധിച്ചില്ല. 14-കാരനാണ് അവിടെ മരണപ്പെട്ടത്. അങ്ങനെ സംസ്ഥാനത്ത് ഇന്ന് ആകെ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് 4 പേരാണ് ഇന്ന് മാത്രം മരിച്ചത്. ആലപ്പുഴ ജില്ലയിൽ നിലവിൽ മഴ മാറി നിൽക്കുന്നുണ്ട്. കുട്ടനാട് അടക്കമുള്ള പ്രദേശങ്ങളിൽ മഴയില്ലാത്തത് വലിയ ആശ്വാസമാണെങ്കിൽ പോലും ഈ മറ്റ് ജില്ലകളിൽ നിലവിൽ എറണാകുളം, കോട്ടയം ജില്ലകളിൽ റെഡ് അലേർട്ട് ഉണ്ട്. കോട്ടയത്ത് കൂടുതൽ മഴ പെയ്താൽ മീനച്ചിലാറ് വഴി കൂടുതൽ ജലം വേമ്പനാട്ട് കായൽ, ഒപ്പം തന്നെ കുട്ടനാട്ടിലെ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് എത്തിയാൽ അത് വലിയ വെള്ളക്കെട്ട് ഉണ്ടാക്കും. ചെറിയൊരാശ്വാസം തോട്ടപ്പള്ളി പൊഴി മുറിച്ച് അതുവഴി അറബിക്കടലിലേക്ക് മണിമലയാർ, മീനച്ചിലാർ, പമ്പയാർ തുടങ്ങിയ ആറുകളിലെ ജലം ഒഴുക്കി കളയുന്നുണ്ട് എന്നുള്ളതാണ് കുട്ടനാടിനെ സംബന്ധിച്ച് വലിയ ആശ്വാസമായ കാര്യം. വേണുഗോപാലകൃഷ്ണൻ. ശരി, മനീഷ് മഹിപാലാണ് ആലപ്പുഴയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം മുതലപ്പൊഴിയിൽ ശക്തമായ തിരയിൽപ്പെട്ട് വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു.
അഞ്ചുതെങ്ങ് സ്വദേശി എബ്രഹാമാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന 3 പേരെ രക്ഷപ്പെടുത്തി. മറ്റൊരു വള്ളം മറിഞ്ഞ് അപകടം ഉണ്ടായെങ്കിലും മത്സ്യത്തൊഴിലാളി നീന്തി രക്ഷപ്പെട്ടു. രാവിലെ 6 മണിയോടെയായിരുന്നു ആദ്യ അപകടം. മത്സ്യബന്ധനം കഴിഞ്ഞ് കരയിലേക്ക് വരുന്നതിനിടെ അഞ്ചുതെങ്ങ് സ്വദേശി ഔസേപ്പിന്റെ വള്ളം അപകടത്തിൽപ്പെട്ടു. വള്ളത്തിലുണ്ടായിരുന്ന 4 പേർ ശക്തമായ തിരമാലയിൽ കടലിലേക്ക് വീണു. മത്സ്യത്തൊഴിലാളികളെ കടലിൽ നിന്ന് രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഗുരുതരമായി പരിക്കേറ്റ എബ്രഹാം മരിച്ചു. പരിക്കേറ്റ 3 പേരെ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 7 മണിയോടെ മറ്റൊരു വള്ളവും തിരയിൽപ്പെട്ട് മറിഞ്ഞു. വള്ളത്തിലുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികൾ നീന്തി രക്ഷപ്പെട്ടു. കടലിൽ പോകുന്നതും വരുന്നതും ഭയത്തോടെയാണെന്ന് മത്സ്യത്തൊഴിലാളികൾ ഭയമുള്ളവരുമുണ്ട്, ഭയമില്ലാത്തവരുമുണ്ട്. ഭയമില്ലാത്തവർ പോകുമ്പോഴാണ് ഈ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്. അതായത് കാറ്റ് വരുമ്പോഴും വെള്ളം അവർ ഇതിനകത്ത് കയറാൻ തന്നെ നോക്ക്. അപ്പോഴായിരുന്നു അവർ തിരയിൽ അകപ്പെടുന്നത്. തിരയിൽ അകപ്പെട്ട് കഴിഞ്ഞിരുന്നപ്പോൾ ഭയം ഇല്ലാത്തവരായിരുന്നാലും ഈ അവരെ ചുഴിയല് കൊണ്ടിട്ട് അങ്ങനെയാണ് ഓരോരുത്തർക്ക് അപകടം സംഭവിക്കുന്നത്. ഈ വർഷം ഇത് 2ാമത്തെ വെള്ളം മറിഞ്ഞുള്ള അപകട മരണമാണ് മുതലപ്പുഴയിൽ ഉണ്ടാകുന്നത്. പുലിമുട്ടടുക്കിയതുൾപ്പെടെ അശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തനങ്ങൾ പരിഹരിക്കാത്തതാണ് നിരന്തരമുള്ള അപകടങ്ങൾക്ക് കാരണമെന്ന് മത്സ്യത്തൊഴിലാളികൾ ആരോപിക്കുന്നു. വിദഗ്ധ പഠനങ്ങൾ പലത് നടന്നിട്ടും പരിഹാരം മാത്രം കണ്ടിട്ടില്ല. 24 തിരുവനന്തപുരം. ശക്തമായ മഴയിൽ തിരുവനന്തപുരത്തെ കിള്ളിയാർ കരകവിഞ്ഞൊഴുകി. സമീപ പ്രദേശങ്ങളിലും വീടുകളിലും വെള്ളം കയറി. അരുവിക്കര ഡാം തുറന്നതിന് ശേഷമാണ് വെള്ളം ഒഴുകിയെത്തിയത്. ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഹരികൃഷ്ണൻ, ഈ അരുവിക്കര ഡാം തുറന്നുവിടുന്ന മുന്നറിയിപ്പൊക്കെ ഉണ്ടായിരുന്നതാണല്ലോ. കാര്യമായി വെള്ളം ഒഴുകുകയാണോ? മഴയുടെ സാഹചര്യം എന്താണ്? എന്തൊക്കെയാണ് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? വേണു, ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ഈ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. എങ്കിലും ഈ അരുവിക്കര ഡാം, അതായത് ഇന്നലെയും ഇന്ന് രാവിലെയുമായിട്ടുള്ള ഈ മഴയിൽ വെള്ളം കവിഞ്ഞതിനെ തുടർന്ന് ഈ അരുവിക്കര ഡാമിന്റെ 60 സെന്റിമീറ്ററോളം ഷട്ടർ ഉയർത്തി. അതിനുശേഷമാണ് ഇത്തരത്തിൽ കിള്ളിയാർ എന്ന് പറയുന്നത് കരമനയുടെ ഒരു പ്രധാനപ്പെട്ട പോഷക നദിയാണ്. അത് കരകവിഞ്ഞൊഴുകയാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഈ അവിടെ നിന്ന് വരുന്ന വെള്ളം കുത്തിയൊലിച്ച് വരികയാണ്. ഈ സമീപ പ്രദേശങ്ങളിലും, അതായത് ഈ കിള്ളിയാറിന്റെ സമീപ പ്രദേശങ്ങളിലും ഇത്തരത്തിൽ വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഈ ഈ കിള്ളിയാർ പോകുന്നതിന്റെ സമീപ പ്രദേശങ്ങളിലെല്ലാം ജനവാസ മേഖലയാണ്, വീടുകളാണ് ഉള്ളത്. അവിടെയെല്ലാം ഈ തരത്തിൽ വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലാ തരത്തിലും എല്ലാ വർഷവും ഇങ്ങനെ മഴ ഉണ്ടാകുന്ന സമയത്ത് ഈ സമീപ പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറുന്നത് ഒരു പതിവാണ് എന്നുള്ളതാണ്. നിലവിൽ ഈ മഴ മാറി നിൽക്കുന്നതിനാൽ വെള്ളം കുറവാണ് എന്ന് വേണം പറയാൻ. അതായത് ഇപ്പോൾ നമ്മൾ കാണുന്ന വെള്ളമല്ല, ഇതിനപ്പുറത്തേക്കുള്ള വെള്ളം ഇവിടേക്ക് വരാനുള്ള സാഹചര്യമുണ്ട്. ഇനിയും മഴ പെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ കാണുന്നതിനപ്പുറത്തേക്കുള്ള വെള്ളം വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ സമീപവാസികൾ അടക്കം ആശങ്കയിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ കാണാൻ പറ്റും, ഇവിടെ ഈ സൈഡിലെല്ലാം ഇത്തരത്തിൽ വീടുകൾ ഉള്ളതാണ്. അവരൊക്കെ ഈ വെള്ളത്തിലൂടെ ഇങ്ങനെ നടന്ന് ആവശ്യങ്ങളൊക്കെ പുറത്തോട്ട് പോകേണ്ട ആവശ്യം വരുന്ന സമയത്ത് ഈ വെള്ളത്തിലൂടെ നടന്ന് വേണം പോകേണ്ട ഒരു അവസ്ഥയാണ് എന്നുള്ളതാണ്. ഇത് ഈ വെള്ളം ഒഴുകിപ്പോകാൻ എങ്ങോട്ട് സ്ഥലമില്ലാത്തൊരു അവസ്ഥയാണ് എന്നുള്ളതാണ്. വെള്ളത്തിന്റെ വരവ്, അതിന്റെ ഒഴുക്കിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഇവിടെ ബണ്ട് കെട്ടിയിട്ടുണ്ടെങ്കിലും രാവിലെ ഈ മഴ പെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ ബണ്ട് കര കവിഞ്ഞ് അപ്പുറത്തേക്ക് വെള്ളം പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായി എന്നുള്ളതാണ്. ഈ സമീപ പ്രദേശങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ വെള്ളം കയറിയിട്ടുണ്ട്. എന്തായാലും കരമനയാറിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പോഷക നദിയാണ്. വെള്ളം ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ, മഴ ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വെള്ളം ആ സൈഡിലേക്കൊക്കെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ആളുകൾക്ക് വലിയ തരത്തിലുള്ള ദുരിതം സമ്മാനിക്കും എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഏതായാലും ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ആളുകൾ നീന്തി പോകുന്നതും നടന്നു പോകുന്നതും ഒക്കെ കാണാം. ചില ഈ ഹോസ്റ്റലുകൾ ഒക്കെ ഉണ്ട്. ഹോസ്റ്റലിൽ നിന്നൊക്കെ കുട്ടികൾ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തോട്ട് പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. സമീപ പ്രദേശങ്ങളിൽ ധാരാളം കടകളും വീടുകളും ഒക്കെ ഉണ്ട്. അവരെല്ലാവരും സാധനങ്ങളൊക്കെ, അവരുടെ വീട്ടു സാധനങ്ങളൊക്കെ എടുത്ത് മറ്റിടങ്ങളിലേക്ക് പോകുന്നൊരു സാഹചര്യം കൂടിയാണ്. നിലവിൽ തിരുവനന്തപുരത്ത് മഴ മാറി നിൽക്കുകയാണ്. മണിക്കൂറുകളായിട്ട് മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ പോലും ഇതാണ് ഈ കിള്ളിയാറിന്റെ പ്രദേശത്തുള്ള അവസ്ഥ. വേണു, ഹരികൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ഇന്ന് ഉച്ചയോടെയാണ് മഴ കനക്കും എന്നുള്ള മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം നൽകിയത്. കോട്ടയം, എറണാകുളം ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് അഖിൽ ഷാ അൻസാർ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അഖിൽ ഷാ, ഈ മുന്നറിയിപ്പ് വൈകിയോ?
വേണു, അത്തരത്തിലൊരു വിശദീകരണം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ നിന്നോ അല്ലെങ്കിൽ ദുരന്ത നിവാരണ അതോറിറ്റികളുടെ ഭാഗത്തു നിന്നോ ഇത്തരത്തിലൊരു വിശദീകരണം ലഭിച്ചിട്ടില്ല. എന്തായാലും ഉച്ചയോടുകൂടിയാണ്, രാവിലെ മുഴുവൻ മഴയായിരുന്നു, വലിയ നാശനഷ്ടം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഉച്ചയോടുകൂടിയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകുന്നത്. അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യത സംസ്ഥാനത്തുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഈ മുന്നറിയിപ്പിൽ പറയുന്നത്. ഒപ്പം 2 ജില്ലകളിൽ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് ഇത്തരത്തിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒപ്പം പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. നാളെ 4 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിലും അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ടാകും എന്നുള്ള കാര്യമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഒപ്പം ഈ തീരപ്രദേശത്ത്, പ്രത്യേകിച്ച് കേരള തീരത്ത് നിന്നുള്ള മത്സ്യബന്ധനത്തിന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഈ മോശം കാലാവസ്ഥയ്ക്കും അതുപോലെ തന്നെ ശക്തമായ തിരമാലയ്ക്കുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിൽ മത്സ്യബന്ധനത്തിന് പോകുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം ഇന്ന് രാത്രി 11:30 വരെ ഈ കേരള തീരത്ത് ഉൾപ്പെടെ വലിയ രീതിയിലുള്ള കടലാക്രമണത്തിനും അതുപോലെ തന്നെ മോശം കാലാവസ്ഥയ്ക്കുള്ള സാധ്യതയാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മീൻ പിടിക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രവൃത്തികൾ കടലിലേക്ക് പോയി ചെയ്യരുതെന്നുള്ള നിർദ്ദേശം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ നിന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നും അറിയിക്കുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും കാലാവസ്ഥ മോശമാകാനുള്ള സാധ്യതയുണ്ട്. ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. വേണു. അഖിൽ ഷാൻ സാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ കഴിഞ്ഞ 4 മണിക്കൂറായി മഴ മാറി നിൽക്കുകയാണെങ്കിലും വെള്ളക്കെട്ടിറങ്ങിയിട്ടില്ല. പല വീടുകളിലും വെള്ളം കയറിയിരിക്കുകയാണ്. കൊച്ചിയിൽ കനത്ത മഴയിൽ ഡോക്ടർ എം ലീലാവതി ടീച്ചറുടെ വീട്ടിലും വെള്ളം കയറിയിട്ടുണ്ട്. ഇപ്പോൾ വീട്ടിൽ നിന്ന് വിനീത വിജി ചേരുന്നു വിവരങ്ങളുമായി. വിനീത, എന്താണ് വീട്ടിലെ സാഹചര്യം? ടീച്ചറെ മകന്റെ വീട്ടിലേക്ക് മാറ്റിയെന്ന് അറിയാൻ കഴിയുന്നു. എന്താണ് നിലവിലെ സ്ഥിതി? തീർച്ചയായിട്ടും വേണു, ഇന്ന് ഉച്ചയോടെ കൂടി പെയ്ത മഴയിലാണ് ലീലാവതി ടീച്ചറുടെ വീട്ടിൽ ഉൾപ്പെടെ വെള്ളം കയറിയത്. തുടർന്ന് ടീച്ചറെ മകന്റെ വീട്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ മന്ത്രി പി രാജീവ് ഈ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ലീലാവതി ടീച്ചറെ കാണുന്നതിന്റെ ഭാഗമായാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. മറ്റ് വിവിധ ഇടങ്ങളിലും ഈ വെള്ളം കയറിയ മേഖലകളിലേക്കൊക്കെ തന്നെ മന്ത്രി നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇത്തവണത്തെ മഴയിൽ ഏറ്റവും കൂടുതൽ ഈ വെള്ളക്കെട്ട് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത് ഈ കളമശ്ശേരി, തൃക്കാക്കര, ഉണിച്ചിറ തുടങ്ങിയ മേഖലകളിലേക്കൊക്കെയാണ്. ഇപ്പോൾ മന്ത്രി ലീലാവതി ടീച്ചറുമായി സന്ദർശിക്കുകയാണ്. ലീലാവതി ടീച്ചറിനെ കാണുകയാണ്. വീട്ടിലാണ് ഉള്ളത്. നമ്മളിപ്പോൾ വീടിന്റെ മുൻവശത്താണ് നിൽക്കുന്നത്. അല്പസമയം മുൻപാണ് മന്ത്രി ഇവിടേക്ക് എത്തിയിരുന്നത്. ലീലാവതി ടീച്ചർക്ക് നേരത്തെ തന്നെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് വീട്ടിലേക്കടക്കം വെള്ളം കയറിയത്. പുസ്തകങ്ങളൊക്കെ തന്നെ ഈ വെള്ളത്തിൽ പെട്ടുപോയ ഒരു അവസ്ഥയുണ്ടായിരുന്നു. മകന്റെ വീട് സമീപം തന്നെയാണ്. പിന്നീടാണ് മകൻ വീട്ടിലെത്തി ടീച്ചറെ ഈ വീട്ടിലേക്ക് മാറ്റി കൊണ്ടുവന്നത്. ഇപ്പോൾ മന്ത്രി ഇവിടെ എത്തി ലീലാവതി ടീച്ചറെ കാണുകയാണ്. വിനീത വിജയാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. കനത്ത മഴയിൽ മിസോറാമിലെ ക്വാറിയിലുണ്ടായ ഉരുൾപൊട്ടലിൽ മരണം 10ആയി. നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നു. രക്ഷാപ്രവർത്തനത്തിന് പ്രതിസന്ധിയായി ശക്തമായ മഴ തുടരുകയാണ്. ഇന്ന് പുലർച്ചെയാണ് അപകടമുണ്ടായത്. മിസോറാമിലെ ഐസ്വാൾ ജില്ലയിൽ കനത്ത മഴയ്ക്കിടെയാണ് ഇന്ന് പുലർച്ചെ 6 മണിയോടെ ക്വാറിയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായത്. തൊഴിലാളികളും പരിസരത്തെ വീടുകളും അതിശക്തമായി ഉണ്ടായ മണ്ണൊലിപ്പിൽപ്പെട്ടു. ഇതുവരെ 10 പേർ മരിച്ചതായി അധികൃതർ അറിയിച്ചു. ഇവരുടെ മൃതദേഹങ്ങൾ പുറത്തെടുത്തു. കുടുങ്ങിക്കിടക്കുന്നവരെ പുറത്തെടുക്കുവാനുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. രക്ഷപ്പെടുത്തിയ ഒരു കുട്ടിയെ ചികിത്സയ്ക്കായി അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റി. പ്രദേശത്ത് നിർത്താതെ പെയ്യുന്ന മഴയും മണ്ണിടിച്ചിലുമാണ് തെരച്ചിൽ തടസ്സപ്പെടുത്തുന്നതെന്ന് അധികൃതർ പറയുന്നു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിൽ നിരവധി ഹൈവേകളും റോഡുകളും തകർന്നു. ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. സർക്കാർ ജീവനക്കാരോട് വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ ഭരണകൂടം നിർദ്ദേശിച്ചു. അപകട സാധ്യത മേഖലകളിൽ നിന്ന് മാറി താമസിക്കുവാനും സർക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 24 ഡൽഹി.
ഇന്ന് സംഭവിച്ചത് തുടരുന്നു. തിരുവനന്തപുരം കല്ലറയിൽ പട്ടാപ്പകൽ നടുറോഡിൽ സ്ത്രീകൾക്കെതിരെ അതിക്രമം. വഴി ചോദിച്ച സ്ത്രീകളുടെ കാറിൽ 2 അംഗ സംഘം അതിക്രമിച്ച് കയറി. 18-കാരിയുടെ ശരീരത്തിൽ പിടിച്ചെന്നും വീഡിയോ എടുത്തെന്നുമാണ് പരാതി. ലൈംഗികാധിക്ഷേപത്തിന് പാങ്ങോട് പോലീസ് കേസെടുത്തു. 2 പേരുണ്ടായിരുന്നു. ഒരു കാക്കി ഉടുപ്പിട്ട ഒരാളും പിന്നെ പിങ്ക് ഷർട്ടിട്ട 2 പേരാണ് ആ വണ്ടിക്കകത്ത് ഇടിച്ചിട്ട് കയറിയത്. അങ്ങനെ ആ കാക്കി ഉടുപ്പിട്ട ആൾ ഇറങ്ങി ഡോർ തുറന്ന് പുറത്തിറങ്ങിയിട്ട് ഫ്രണ്ടിൽ കൂടെ വന്നിട്ട് വണ്ടിയുടെ കീ ഊരി അങ്ങ് എടുക്കുകയും അജ്മൽ എന്ന് പറയുന്ന ആളിൻ്റെ മൊബൈൽ പിടിച്ച് മേടിക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, അജ്മൽ എടാ ഇറങ്ങടാന്ന് പറഞ്ഞു, പുറത്തോട്ട് ഇറങ്ങടാന്ന് പറഞ്ഞ് നിങ്ങൾ പോവണ്ട എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് നമ്മൾ വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കാൻ ശ്രമിച്ചു. അനുവാദമില്ലാതെ ഇത് കാറിൻ്റെ ബാക്കിൽ കൂടെ സീറ്റിൽ കയറി ഇരിക്കുകയും ചെയ്തു. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. പ്രതീഷ്, എന്താണ് സംഭവം? എന്താണ് ഇവർ പറയുന്നത്? വേണു, ഇക്കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ടാണ് ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. നിലമേൽ സ്വദേശികളായ അമ്മയും മകളും തിരുവനന്തപുരം കല്ലറയിൽ എത്തിയപ്പോഴാണ് റോഡിൽ വെച്ച അതിക്രമം ഉണ്ടാകുന്നത്. ഒരാളുടെ വീട് അന്വേഷിച്ചാണ് തിരുവനന്തപുരം കല്ലറയിൽ ഈ നിലമേൽ സ്വദേശികൾ എത്തുന്നത്. ഈ കല്ലറ ഭാഗത്ത് വെച്ച് ഒരു കടയിൽ കയറി ഈ മേൽവിലാസം ചോദിക്കുന്നു. ഈ ചോദിക്കുന്ന സമയത്ത് ഇവർ ഓടിച്ചിരുന്ന കാറിൽ 2 പേർ അതിക്രമിച്ച് കയറുകയാണ് ഉണ്ടായത്. ഈ കാറിൽ നിന്ന് പുറത്തിറങ്ങാൻ ഈ അമ്മയും മകളും ആവശ്യപ്പെട്ടെങ്കിലും ഇവർ പുറത്തിറങ്ങാൻ തയ്യാറായില്ല. ഈ മേൽവിലാസത്തിൽ നിങ്ങളെ എത്തിക്കാമെന്നൊരു മറുപടി പറഞ്ഞുകൊണ്ട് അതിക്രമിച്ച് ഈ കാറിൽ തന്നെ ഇവർ കയറി ഇരിക്കുകയായിരുന്നു. പലതവണ പറഞ്ഞിട്ടും കാറിൽ നിന്ന് ഇറങ്ങാൻ കൂട്ടാക്കിയില്ല. ഇവർക്കെതിരെ അധിക്ഷേപ പരാമർശങ്ങളടക്കം ഇവർ നടത്തിയെന്നതാണ് ഈ പരാതിയിൽ പറയുന്നത്. തുടർന്ന് ഈ മകൾ ഉൾപ്പെടെ ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടതോടുകൂടി ദേഹോപദ്രവത്തിലേക്കും അതിക്രമത്തിലേക്കും കടക്കുകയാണ് ഉണ്ടായത്. പിന്നീട് ബഹളം വെച്ചതോടുകൂടിയാണ് സമീപത്തുണ്ടായിരുന്ന നാട്ടുകാർ അവിടേക്ക് ഓടിയെത്തുന്നതും ആ സംഭവത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. പിന്നീട് പാങ്ങോട് പോലീസ് സ്റ്റേഷനിലെത്തി ഈ മാതാവ് പരാതി നൽകുകയായിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ലൈംഗിക അധിക്ഷേപത്തിന് പാങ്ങോട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിലവിൽ ഒരു പ്രതിയെ മാത്രമാണ് പിടികൂടിയിട്ടുള്ളത്. 2 പേരാണ് പ്രതികളായിട്ടുള്ളത്. അവിടെ കല്ലറയിലെ ഒരു ഓട്ടോ ഡ്രൈവറായ രാജീവാണ് നിലവിൽ അറസ്റ്റിലായിട്ടുള്ളത്. മറ്റൊരു പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി എന്നതാണ് നിലവിൽ പോലീസ് പറയുന്നത്. വേണു, പ്രതീക്ഷ, ഈ ഒരു സ്ഥലത്ത് വന്ന് എവിടേക്കാണോ പോകേണ്ടത് അതിൻ്റെ വിവരങ്ങൾ ചോദിക്കുന്നു. അവിടെ നാട്ടുകാരുണ്ട്, കട നടത്തുന്നവരുണ്ട്. അതിനിടയിൽ ഇവരുടെ അക്രമം എങ്ങനെയാണ് ഉണ്ടായത്? മാത്രവുമല്ല, ഇവർ ഈ രീതിയിൽ പെരുമാറുന്നത് അപ്പോൾ ആരും തടയാതിരുന്നത് എന്തുകൊണ്ട്? വേണു, ഈ ദൃശ്യങ്ങളിൽ നിന്നുൾപ്പെടെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ഈ സംഭവം നടക്കുമ്പോൾ ഈ സമീപത്തെ കടകളിലൊന്നും തന്നെ ആളുകൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ പട്ടാപ്പകലായിരുന്നു, വൈകുന്നേരമായിരുന്നു. ഈ സമയത്ത് തന്നെയാണ് ഒരു അതിക്രമം സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്നത്. വാഹനത്തിൽ അതിക്രമിച്ച് കയറുകയാണ് ചെയ്തത്. ഇത് കയറിയത് മാത്രമല്ല, അവരെ ദേഹോപദ്രവം ഏൽപ്പിക്കാൻ ശ്രമിക്കുന്നു. ഒപ്പം അധിക്ഷേപ പരാമർശങ്ങളടക്കം നടത്തുകയും ചെയ്തു. പിന്നീട് ഇവർ പലതവണ ആദ്യഘട്ടത്തിൽ ഇവർ ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടെങ്കിലും പിന്നീട് അവരുടെ ഭാഗത്ത് നിന്നുള്ളൊരു അതിക്രമം രൂക്ഷമായതോടുകൂടിയാണ് ഇവർ ബഹളം വയ്ക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഈ അടുത്തുണ്ടായിരുന്ന നാട്ടുകാരൊക്കെ തന്നെ ഓടിയെത്തുകയും ഇവിടെ നിന്ന് പോകാൻ പറയുകയും ചെയ്യുന്നത്. പക്ഷേ ഈ പരാതിക്കാരുടെ തന്നെ മൊഴിയിൽ നിന്നും അവരുടെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, നാട്ടുകാരുടെ ഭാഗത്ത് നിന്നൊരു വലിയ പ്രതികരണം ഈ സംഭവത്തിൽ ഉണ്ടായിട്ടില്ല. ഇവിടെ നിന്ന് നിങ്ങൾ പൊക്കോളൂ എന്നുള്ളൊരു മറുപടിയാണ് നാട്ടുകാർ നൽകിയത് എന്ന് ഈ മാതാവ് പ്രതികരണത്തിൽ പറയുന്നുണ്ട്. അങ്ങനെയുള്ളൊരു സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഒരു നട റോഡിൽ ഇത്തരത്തിൽ ഒരു അതിക്രമം ഉണ്ടാകുമ്പോൾ ആ തരത്തിൽ ഒരു പ്രതികരണം നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ തന്നെ ഈ പോലീസിൽ ഈ മാതാവ് പരാതി നൽകുകയും അതിനനുസരിച്ച് പോലീസ് നടപടി സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഇവർക്ക് പരിചയമില്ലാത്ത 2 വ്യക്തികളാണ് അതിക്രമം നടത്തിയത്. അതിൽ ഒരാൾ കാക്കി വസ്ത്രം ധരിച്ചിരുന്നു എന്നതാണ് പോലീസിന് വീട്ടമ്മ നൽകിയ മൊഴി. മറ്റൊരാൾ പിങ്ക് കളർ വസ്ത്രം ധരിച്ചിരുന്നുവെന്ന് പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് അവിടുത്തെ ഒരു ഓട്ടോ ഡ്രൈവർ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കാക്കി ധരിച്ചിരുന്ന വ്യക്തിയാണ് ഓട്ടോ ഡ്രൈവർ. അപ്പോൾ ആ നാട്ടുകാർക്കുൾപ്പെടെ അറിയാൻ കഴിയുന്ന ഒരു വ്യക്തി തന്നെ ആയിരിക്കും. പക്ഷേ എന്നിട്ടും കാര്യമായൊരു പ്രതികരണം നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. എന്തായാലും വീട്ടമ്മയുടെ പരാതിയിൽ ഇപ്പോൾ ഈ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം തന്നെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒളിവിൽ കഴിയുന്ന മറ്റൊരു പ്രതിയെയും കൂടി എത്രയും വേഗം പിടികൂടുമെന്നതാണ് പോലീസ് അറിയിക്കുന്ന കാര്യം. എന്തായാലും നിയമപരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ പരാതിക്കാരുടെയും തീരുമാനം. MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. 24 അതിരപ്പിള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിനെ കയ്യേറ്റം ചെയ്ത ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറെ സംരക്ഷിച്ച് വനം വകുപ്പ്. ജാക്സന്റെ വീടിന് തൊട്ടടുത്ത ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് സ്ഥലം മാറ്റി കണ്ണിൽ പൊടിയിടാൻ നീക്കം. ജാക്സനെ CCF സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതായി 24
നേരത്തെ വാർത്ത നൽകിയിരുന്നു. അതിനിടെ അതിരപ്പള്ളി CIയെ രക്ഷിക്കാൻ ഉന്നതതല ഗൂഢാലോചന. CI ഹെൻറിക് ഗ്രോമിക്കിനെതിരായ SP-യുടെ റിപ്പോർട്ടിൽ നിന്ന് മർദ്ദന പരാമർശം ഒഴിവാക്കി. സൂരജ് സജി തൃശ്ശൂരിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സൂരജ്, എന്തൊക്കെ തരത്തിലുള്ള കണ്ണിൽ പൊടിയിടൽ നീക്കങ്ങളാണ് നടക്കുന്നത്? വേണു, ഈ തുടർച്ചയായി ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നതിന് ഇരു വകുപ്പും രംഗത്തിറങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം മുതൽ, അതായത് ഈ റൂബിനെതിരായ മർദ്ദനം തുടങ്ങിയത് മുതൽ ഈ ഉദ്യോഗസ്ഥരെ, അതായത് ആദ്യം ജാക്സനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് വനം വകുപ്പ് ഇറങ്ങിയതെങ്കിൽ പിന്നീട് പോലീസ് കൂടി ഈ വനം വകുപ്പിനൊപ്പം ചേരുന്നു. അങ്ങനെയാണ് റൂബിനെ ഈ കസ്റ്റഡിയിലെടുക്കുന്നു, പിന്നീട് ഈ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു. പക്ഷേ ഈ റൂബിൻ നേരിട്ട ക്രൂരമായ ലോക്കപ്പ് മർദ്ദനമുണ്ട്. അതോടൊപ്പം തന്നെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു പോകുന്ന സമയത്ത് ഏറ്റവും നിർണായകമായ തെളിവായിട്ടുള്ള ഈ മൊബൈൽ ഫോൺ അടക്കം ഈ CIയുടെ നേതൃത്വത്തിൽ അത് എറിഞ്ഞു പൊട്ടിച്ച് പിന്നീട് ഈ അതിരപ്പള്ളിയിലെ തോട്ടിലേക്ക് വലിച്ചെറിയുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ തെളിവ് ഉൾപ്പെടെ നശിപ്പിച്ച ക്രൂര കുറ്റകൃത്യം അത് ഈ CIയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടും ഈ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട്, അതായത് DYSPയുടെ നേതൃത്വത്തിലാണ്, ചാലക്കുടി DYSP അശോകിന്റെ നേതൃത്വത്തിലായിരുന്നു ഇത് സംബന്ധിച്ച അന്വേഷണം സർക്കാർ നടത്തിയത്. പക്ഷേ ആ റിപ്പോർട്ടിൽ ഈ മൊബൈൽ ഫോണിനെ സംബന്ധിച്ചുള്ള ഒരു പരാമർശവും ഇല്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ റൂബിനെ ഈ അടിവസ്ത്രം മാത്രം ധരിപ്പിച്ചാണ് ഈ സെല്ലിൽ നിർത്തിയിരുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന പരാമർശം എന്നുള്ളത് റൂബിൻ മദ്യപിച്ചിരുന്നു, മദ്യലഹരിയിലാണ്, അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഉടുതുണി അഴിച്ച് റൂബിനെ നിർത്തിയത്, അടിവസ്ത്രത്തിൽ നിർത്തിയതെന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. അതിരപ്പള്ളിയിലെ തെരുവിലിറങ്ങി ആരോട് ചോദിച്ചാലും അവർ പറയും റൂബിൻ മദ്യപിക്കില്ല, കാരണം മദ്യത്തിനെതിരായി പോരാട്ടം നയിക്കുന്ന ആളാണ് റൂബിൻ. ആ റൂബിനാണ് മദ്യപിച്ചതെന്ന വിചിത്രവാദം പോലും ഈ റിപ്പോർട്ടിന്റെ ഭാഗമായി ഉയർത്തുന്നു. അങ്ങനെ ഏതൊക്കെ തരത്തിൽ CIയെ സംരക്ഷിക്കാവോ ആ സംരക്ഷണവുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. മറുതലക്കലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായതും അത്തരത്തിലൊരു സംരക്ഷണമാണ്. ഈ ജാക്സനെ തൊട്ടടുത്ത് വീട്ടിൽ നിന്ന് 1.5 കിലോമീറ്റർ അകലേക്ക് മാത്രമാണ് ഈ സ്ഥലം മാറ്റിയിരിക്കുന്നത്. ജാക്സന് വേണമെങ്കിൽ രാവിലെ ഓഫീസിൽ ഇറങ്ങി അവിടെ നിന്ന് വീട്ടിൽ വന്ന് 10 മണിക്ക് ചായ കുടിച്ച് തിരിച്ച് ഓഫീസിലേക്ക് പോകാം, ഉച്ചയ്ക്ക് ചോറുണ്ട് ഓഫീസിലേക്ക് പോകാം, 3 മണിക്ക് വേണമെങ്കിൽ വിശ്രമിച്ച് ചായയും കുടിച്ച് ഓഫീസിലേക്ക് പോകാം. ആ നിലയ്ക്ക് ജാക്സന് ചെയ്തു കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഉപകാരം ഇതിന്റെ മറവിൽ വനം വകുപ്പ് ചെയ്തു കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. സംസ്ഥാനത്തെ വനം മന്ത്രി തന്നെ ജാക്സനെതിരെ നടപടിയെടുക്കണമെന്ന് CCFനോട് നിർദ്ദേശിച്ചതാണ്. പക്ഷേ ആ നിർദ്ദേശം എല്ലാം കാറ്റിൽ പറത്തിയിരിക്കുന്നു. ഇതിന് പിന്നിൽ നമുക്ക് കൃത്യമായി ലഭിക്കുന്ന വിവരം ഇത്തരത്തിലാണ്. റൂബിന്റെ അറസ്റ്റിൽ പോലും വലിയ ഗൂഢാലോചന അത് ഉദ്യോഗസ്ഥ തലത്തിൽ നടന്നിട്ടുണ്ട്. ഈ തൃശ്ശൂരിൽ SP അറിഞ്ഞുകൊണ്ടാണ്, SP-യുടെ നിർദ്ദേശപ്രകാരമാണ്, അതായത് ഈ വനം വകുപ്പിന്റെ തിരുവനന്തപുരത്തെ ഓഫീസിൽ നിന്ന് ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ SP-യെ ബന്ധപ്പെടുന്നു. SP-യുടെ നിർദ്ദേശാനുസരണം DYSP ഇടപെട്ടുകൊണ്ട് CIയെ കൊണ്ട് റൂബിനെ അറസ്റ്റ് ചെയ്യിക്കുകയായിരുന്നു, തെളിവ് നശിപ്പിക്കുകയായിരുന്നു. അതിനുശേഷം ഇവരെ സംരക്ഷിക്കുന്നതിനുള്ള നടപടി അത് ഓരോ ഘട്ടത്തിലും വരുന്നു. ആരാണോ ഈ റൂബിനെ അറസ്റ്റ് ചെയ്യിച്ചത് അവർ തന്നെ റൂബിനെതിരായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അത് തന്നെയാണ് ഇത്തരം ഒരു അനുകൂലമായ സാഹചര്യത്തിലേക്ക് പോയത്. എന്തായാലും ജക്സനെ സംബന്ധിച്ച് ജക്സൺ കുറ്റം ചെയ്തു എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ ജക്സനെതിരായ കാര്യമായ നടപടിയിലേക്ക് വനം വകുപ്പ് പോയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും വനം വകുപ്പിന്റെയും പോലീസിന്റെയും നടപടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധം അത് അതിരപ്പള്ളിയിൽ ഉയരുന്നു. നാളെ ഈ പോലീസ് സ്റ്റേഷനും ഫോറസ്റ്റ് ഓഫീസും ഉൾപ്പെടെ ഉപരോധിക്കുന്നു അടക്കമുള്ള ശക്തമായ സമരങ്ങളിലേക്ക് പോകുമെന്നുള്ളതാണ് അതിരപ്പള്ളിയിലെ ആദിവാസി വിഭാഗങ്ങൾ അടക്കം പറയുന്നത്. വീണു, ശരി. സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. തൃശ്ശൂർ പെരിഞ്ഞനത്ത് കുഴിമന്തി കഴിച്ച് അവശനിലയിൽ ചികിത്സയിലായിരുന്ന സ്ത്രീ മരിച്ചു. പൊന്മാനിക്കുടം സ്വദേശി ഉസൈബയ്ക്കാണ് സെയിൻ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചതിനെ തുടർന്ന് ദേഹാസ്വാസ്ഥ്യമുണ്ടായത്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച 180ഓളം പേർക്ക് ദേഹാസ്വാസ്ഥ്യമെന്ന് പരാതി. ശനിയാഴ്ച രാത്രിയാണ് ഹോട്ടലിൽ നിന്നും പാഴ്സൽ വാങ്ങിക്കഴിച്ച ഉസൈബ് ഉൾപ്പെടെ 4 പേർക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടാകുന്നത്. ഇവരെ പെരിഞ്ഞനം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ സ്ഥിതി മോശമായതിനെ തുടർന്ന് ഉസൈബയെ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിലേക്കും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റുകയായിരുന്നു. ചികിത്സയിലിരിക്കെ പുലർച്ചെ 3 മണിയോടെയായിരുന്നു മരണം. ആദ്യഘട്ടത്തിൽ ഈ ഹോട്ടലിൽ നിന്നും കുഴിമന്തി വാങ്ങിക്കഴിച്ച 27 പേർക്കും പിന്നീട് 84 പേരും ഇന്നലെ വൈകിട്ട് 178 പേരുമാണ് ചികിത്സ തേടിയത്. പനിയും ഛർദിയും വയറിളക്കവുമായിട്ടായിരുന്നു ഭൂരിഭാഗം പേരും ചികിത്സ തേടിയത്. സംഭവത്തെ തുടർന്ന് ആരോഗ്യവകുപ്പും ഫുഡ് ആൻഡ് സേഫ്റ്റിയും പരിശോധന നടത്തി ഹോട്ടൽ അടച്ചുപൂട്ടിയിരുന്നു. ഫുഡ് ആൻഡ് സേഫ്റ്റി അധികൃതർ ഭക്ഷണത്തിന്റെ സാമ്പിളുകളും ശേഖരിച്ചു. ഇതിന്റെ റിപ്പോർട്ട് കിട്ടിയ ശേഷമേ ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമായതെന്തെന്ന് വ്യക്തമാകൂ. വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഹോട്ടൽ പ്രവർത്തിക്കുന്നതെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞു. ഹോട്ടൽ അധികൃതർക്കെതിരെ നിയമ നടപടി ഉൾപ്പെടെ സ്വീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. 24 തൃശൂർ. ഇന്ന് സംഭവിച്ചത് തുടരുന്നു. +1 പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വെബ്സൈറ്റുകളിൽ ഫലമറിയാം.
4,14,159 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. വി എ ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഗിരീഷ്, എന്തൊക്കെയാണ് ഈ ഫലപ്രഖ്യാപനത്തിന്റെ വിശദാംശങ്ങൾ? വേണു, അല്പം മുമ്പാണ് +1 പരീക്ഷാഫലം പ്രഖ്യാപിച്ചത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വെബ്സൈറ്റുകളിൽ ഇപ്പോൾ ഫലം അറിഞ്ഞു തുടങ്ങാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 4,14,159 വിദ്യാർത്ഥികളാണ് +1ന്റെ ഫലം കാത്തിരിക്കുന്നത്. ഇവർക്ക് കേരള results.nic.in എന്ന വെബ്സൈറ്റ് വഴി റിസൾട്ട് അറിയാം. സ്കൂൾ വൈസ് റിസൾട്ടിന് വേണ്ടി സ്കൂളിന്റെ കോഡ് എൻ്റർ ചെയ്താൽ മതിയാകും. അത് അല്ലെങ്കിൽ വ്യക്തിഗത റിസൾട്ടിന് വേണ്ടിയാണെങ്കിൽ റോൾ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും എൻ്റർ ചെയ്താൽ ഓരോ കുട്ടിയുടെയും വ്യക്തിഗതമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാകുമെന്നും ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. നേരത്തെ +2 റിസൾട്ട് പ്രഖ്യാപനത്തിന് ഒപ്പം തന്നെ +1ന്റെ റിസൾട്ടും പ്രഖ്യാപിക്കും എന്ന് നേരത്തെ അറിയിച്ചിരുന്നു. എന്നാൽ ഇതിൽ അല്പം കാലതാമസം വന്നു. ഇപ്പോൾ എന്തായാലും +1ന്റെ റിസൾട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വേണു, വി എ ഗിരീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ജനവിധി അറിയാൻ 7 ദിവസം കൂടി. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പ്രചാരണത്തിന് ശേഷം പ്രധാനമന്ത്രി കന്യാകുമാരിയിലേക്ക്. വിവേകാനന്ദ പാറയിൽ 2 ദിവസം ധ്യാനമിരിക്കും. ജൂൺ 1 വരെ കന്യാകുമാരിയിൽ തുടരും. അതിനിടെ പ്രധാനമന്ത്രിയുടെ കന്യാകുമാരി യാത്ര പരിപാടിയുടെ പ്ലാൻ ചോർന്നതിൽ വിവാദം. ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ധ്യാനത്തിനായാണ് പ്രധാനമന്ത്രി കന്യാകുമാരിയിലെത്തുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പ്രചരണശേഷം വ്യാഴാഴ്ച വൈകിട്ടോടെ കന്യാകുമാരിയിലെത്തുമെന്നാണ് വിവരം. 31-ന് കന്യാകുമാരി പാറയിലേക്ക് പോകുന്ന മോദി അവിടെയാകും ധ്യാനമിരിക്കുക. ധ്യാനം തുടരാനാണ് തീരുമാനമെങ്കിൽ ജൂൺ 1 വരെ കന്യാകുമാരിയിൽ തുടർന്നേക്കും. അതേസമയം കേരള ചീഫ് സെക്രട്ടറിക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അയച്ച യാത്രാ വിവരം ചോർന്നു. സീക്രട്ട് മോസ്റ്റ് ഇമ്മീഡിയറ്റ് എന്ന് രേഖപ്പെടുത്തിയ ചാർട്ടാണ് ചോർന്നത്. കേരള ചീഫ് സെക്രട്ടറിക്കും ADGPക്കുമാണ് യാത്രാരേഖയുടെ പകർപ്പ് നൽകിയിരുന്നത്. 24 തിരുവനന്തപുരം. സംസ്ഥാനത്ത് സ്കൂളുകൾ ജൂൺ 3-ന് തുറക്കുന്നു. മുന്നൊരുക്കങ്ങൾ തകൃതി. സ്കൂൾ തുറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണുള്ളത്. സർക്കാർ സ്കൂളുകളൊക്കെ ഹൈടെക് ആയെങ്കിലും ശുചിത്വത്തിന്റെ കാര്യത്തിൽ പല സ്കൂളുകളും അത്ര ഹൈടെക് അല്ല. സ്കൂളിലെ ശൗചാലയങ്ങൾ അറ്റകുറ്റപ്പണികൾ നടത്താതെ വൃത്തിഹീനമാണ്. ഈ ടോയ്ലറ്റുകളും ശോചനീയാവസ്ഥയിലാണ്. സ്കൂൾ തുറന്നാൽ പിന്നെ നമ്മുടെ കുട്ടികൾ ഏറിയ സമയവും ചിലവഴിക്കുന്നത് വിദ്യാലയങ്ങളിലാണ്. ശുചിത്വവും ചിട്ടയായ ജീവിതശൈലിയും പാഠ്യപദ്ധതിയുടെ ഭാഗം കൂടിയാണ്. ശുചിത്വ ബോധത്തോടൊപ്പം മാതൃകയാക്കാൻ പറ്റുന്നതാണോ നമ്മുടെ വിദ്യാലയങ്ങളിലെ ശൗചാലയങ്ങൾ? വൃത്തിയുള്ളതും സുരക്ഷിതത്വമുള്ളതുമാണോ കുട്ടികൾക്കായി ഒരുക്കി വച്ചിരിക്കുന്ന ശൗചാലയങ്ങൾ? 24 പരിശോധിക്കുന്നു. മലപ്പുറം ജില്ലയിലെ 100 കണക്കിന് കുട്ടികൾ പഠിക്കുന്ന ഒരു ഗവൺമെന്റ് UP സ്കൂളിലെ ശുചിമുറിയാണിത്. ചെളിയും മറ്റു മാലിന്യങ്ങളും നിറഞ്ഞിരിക്കുന്നു. പൈപ്പുകൾ ഉൾപ്പെടെ പലതും പൊട്ടിയ നിലയിലാണ്. എന്തുകൊണ്ട് സ്കൂൾ ശുചിമുറികൾ ഇങ്ങനെ കിടക്കുന്നു? കാരണത്തിലേക്ക് വരാം. സർക്കാർ LP UP സ്കൂളുകളിൽ പാർട്ട് ടൈം സ്വീപ്പർ തസ്തികയാണുള്ളത്. ഹൈസ്കൂളുകളിൽ മുഴുവൻ സമയമുണ്ടെങ്കിലും പലയിടത്തും ശുചീകരണം കാര്യക്ഷമമല്ല. എയ്ഡഡ് സ്കൂളുകളിൽ ശുചീകരണ തൊഴിലാളി തസ്തികയുമില്ല. സ്കൂളുകളിൽ ബാത്റൂമുകൾ പിന്നെ അതേപോലെ പരിസരത്ത് വൃത്തികേടായി കിടക്കുന്നതൊക്കെ കാരണം നമുക്ക് വേണ്ടത്ര സ്റ്റാഫുകളില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകളാണെങ്കിൽ പ്രൈമറി സ്കൂളുകളിൽ പാർട്ട് ടൈം സ്വീപ്പർ തസ്തികയും ഗവൺമെൻറ് ഹൈസ്കൂളുകളിലൊക്കെ ഫുൾ ടൈമാണ് ഉള്ളത്. KPSTയെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് എന്താ വെച്ചാൽ കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ച് ഈ സ്വീപ്പർമാരെ പോസ്റ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ എയ്ഡഡ് സ്കൂളുകളിൽ അതിന് വേണ്ട നിയമിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ശുചിത്വം ഉറപ്പാക്കാൻ ആധുനിക സംവിധാനങ്ങളോടെ സ്ഥാപിച്ചതാണ് ഈ ടോയ്ലറ്റുകൾ. എന്നാൽ ഈ ടോയ്ലറ്റുകളും ഉപയോഗശൂന്യം. പലതും അടഞ്ഞുകിടക്കുന്നു. ഇവയുടെ വാതിലുകൾ ഉൾപ്പെടെ തുരുമ്പെടുത്ത് നശിക്കുന്നു. നാളെ കേരളത്തെ നമ്പർ 1 ആക്കേണ്ട കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ ശൗചാലയങ്ങൾ വൃത്തിഹീനമാണ്. എന്തുകൊണ്ടാണ് വിദ്യാലയങ്ങളിലെ ശുചിത്വത്തോട് മാത്രം ഇത്ര വിമുഖത?
ഹൈടെക് സ്കൂളെന്നും 100% സാക്ഷരതയെന്നും പറയുന്ന സർക്കാർ ഈ ദുരവസ്ഥ ഒന്ന് നേരിൽ കാണണം. സമീർ ബിൻ കരീം, 24, തിരൂർ. ഇതോടെ ഇന്ന് സംഭവിച്ചത് അവസാനിക്കുന്നു.